ഗൗതം അനന്തനാരായണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ഗൗതം, നമസ്തേ. രാജ്യം ത്രിവർണ്ണ പതാക ഉയർത്തി ആഘോഷത്തിന് ഒരുങ്ങുകയാണ്. തീർച്ചയായിട്ടും ഭാരതം ഇന്ന് കുതിപ്പിന്റെ പാതയിലാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തി എന്നുള്ള വളർച്ച നിർമ്മാണത്തിലും വ്യവസായത്തിലും അടക്കം മുൻനിരയിലേക്ക് കുതിക്കുമ്പോഴും ഈ ദിവസം, ഈ ഓർമ്മകൾ, ഈ കണക്കില്ലാതെ പൊലിഞ്ഞ ജീവനുകളുടെ എണ്ണം, എന്തിന് മതത്തിന്റെ പേരിലുണ്ടായ വിഭജനം പോലും, അതിനുശേഷമുണ്ടായ സർവസ്പർദ്ധയും ശത്രുതയും ഒക്കെ അന്ന് തുടങ്ങിയതല്ലേ ഗൗതം? പ്രദീപിള്ള, നമസ്തേ. നാളെ ഭാരതം വീണ്ടും ഒരു സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പോകുന്ന ഘട്ടത്തിൽ മോദി സർക്കാരാണ് ഈ ഓഗസ്റ്റ് മാസം 14 മറ്റൊരു രീതിയിലുള്ള അനുസ്മരണം കൂടി നടത്തണം എന്നൊരു തീരുമാനമെടുത്തത്. അതിനു മുൻപ് നമുക്കറിയാം, ഈ ഓഗസ്റ്റ് 14 ദേശീയ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് RSS, അതോടൊപ്പം തന്നെ RSSുമായി അനുബന്ധമുള്ള മറ്റ് സംഘടനകളൊക്കെ അഖണ്ഡ ഭാരത ദിനമായി ആചരിക്കുമായിരുന്നു. സംഘത്തിൻ്റെ ആയിരക്കണക്കിന് വരുന്ന ശാഖകളിൽ ഇതേ ദിവസം അഖണ്ഡ ഭാരത ദിനം എന്ന രീതിയിലുള്ള വലിയ തോതിലുള്ള അനുസ്മരണ പരിപാടികളുമൊക്കെ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൂടി ഈ ദിവസത്തിന് മറ്റൊരു പ്രാധാന്യം നൽകിക്കൊണ്ട് വിഭജന ഭീതി അനുസ്മരണ ദിനം എന്ന രീതിയിൽ ഉള്ള ആചരണം വേണം എന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി തന്നെ നിർദ്ദേശം നൽകുന്നതിൻ്റെ അടിസ്ഥാനം നേരത്തെ സൂചിപ്പിച്ചതാണ്. അതായത് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നത് ഒരു വസ്തുതയാണ്. പക്ഷേ ഈ അധിനിവേശ ശക്തികൾ നമ്മുടെ രാജ്യം വിട്ടു പോകുന്ന ഘട്ടത്തിൽ നമ്മുടെ നാടിനെ മത അടിസ്ഥാനത്തിൽ പിളർത്തി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത. അങ്ങനെ ഒരു വിഭജനം അനിവാര്യമായിരുന്നു എന്ന ചോദ്യചിഹ്നം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. മാത്രമല്ല, ആ വിഭജനത്തിന്, അതായത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തെ വെട്ടിക്കണ്ടിച്ച ആളുകൾ ഇന്ന് സെക്യുലറിസം സംസാരിക്കുന്നു, ഒപ്പം മതേതരത്വത്തിൻ്റെ വക്താക്കളാകാൻ ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ആണെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെങ്കിലും നമുക്കറിയാം, ഈ രാഷ്ട്രത്തിൻ്റെ വിഭജനം 1947 നടപ്പാക്കപ്പെട്ടതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം എന്നത് അത് 1906 രൂപപ്പെട്ട പുതിയൊരു ചരിത്രമാണ്. 1906 ഇന്നത്തെ ബംഗ്ലാദേശിലെ ധാക്കയിൽ രൂപം കൊണ്ട മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അജണ്ട എന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേക രാഷ്ട്രം നിർമ്മിക്കണം എന്നുള്ളതായിരുന്നു. ആ വാദമാണ്, ആ ഒരു തിയറിയാണ് പിന്നീട് 1947 ആകുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തിൻ്റെ 2 ഭാഗങ്ങൾ, ഭാരതമാതാവിൻ്റെ 2 കൈകൾ വെട്ടിമാറ്റപ്പെടുന്ന രീതിയിലേക്ക് രാഷ്ട്രവിഭജനം യാഥാർത്ഥ്യമാകുന്നത്. അതിൽ ജവഹർലാൽ നെഹ്റുവിനുള്ള പങ്ക് നമുക്കറിയാം. ഒരുപക്ഷെ നെഹ്റുവിനെ പോലെയുള്ള അന്നത്തെ ദേശീയ നേതാക്കൾ അത് നടക്കില്ല എന്നൊരു ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അഖണ്ഡ ഭാരതം അത് ഇന്നും യാഥാർത്ഥ്യമായി തന്നെ തുടർന്നേനെയും. പക്ഷേ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയും മറ്റ് സ്ഥാപിത താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലും വിഭജനം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ പല നേതാക്കളും നടന്നു നീങ്ങി. അത് അന്നത്തെ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും വിഭജനത്തിനെ അനുകൂലിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ നെഹ്റുവിനെ പോലുള്ള ഒരു വിഭാഗം നേതാക്കൾ വിഭജനം അനിവാര്യമാണ് എന്ന നിലപാടെടുത്തു. പിന്നീട് ഗാന്ധിയും, ആദ്യഘട്ടത്തിൽ നമുക്കറിയാം മഹാത്മാഗാന്ധി തൻ്റെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് മാത്രമേ ഈ രാഷ്ട്രത്തെ വിഭജിക്കാൻ താൻ അനുവദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ഗാന്ധിക്ക് പോലും പിന്നീട് നെഹ്റുവിനെ പോലുള്ള ആളുകളുടെ സമ്മർദ്ദം കൊണ്ടാകാം ഒടുവിൽ രാഷ്ട്രവിഭജനം എന്നതിന് പച്ചക്കൊടി കാണിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനാൽ ഒരുപക്ഷെ മോദി സർക്കാർ ഉദ്ദേശിക്കുന്നത് തന്നെ ഈ ചരിത്രം കൂടി, ഓഗസ്റ്റ് 15 നമ്മൾ വിപുലമായി സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ എങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടിയത്, സ്വാതന്ത്ര്യം ലഭിക്കുന്ന ആ അർദ്ധരാത്രിയിൽ നമ്മുടെ രാഷ്ട്രം വിഭജിക്കപ്പെടുകയും ആ വിഭജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളാവുകയും ചെയ്തു. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൂട്ടപലായനത്തിനാണ് 1947 ഓഗസ്റ്റ് മാസം 14-ാം തീയതി അർദ്ധരാത്രി മുതലുള്ള ദിവസങ്ങൾ പിന്നീട് നമ്മുടെ നാടും അതോടൊപ്പം നമ്മളിൽ നിന്നും വിഭജിക്കപ്പെട്ടു പോയ പാകിസ്ഥാനും ഒക്കെ സാക്ഷിയായത്. അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പലായനമെന്ന് ഇന്നും ചരിത്രകാരന്മാർ അടയാളപ്പെടുത്തുന്നുണ്ട്. സ്വാഭാവികമായും ആ പലായനത്തിൻ്റെ വേദന എന്തായിരുന്നു? ആ പലായനത്തിൽ സ്വന്തം ജീവിതം നഷ്ടപ്പെട്ടവർ, സ്വന്തം ഭൂമി വിട്ട്, അതായത് തങ്ങളുടെ സ്വപ്നമായിരുന്ന ഗ്രാമവും വീടും അവർക്ക് സ്വന്തമായുള്ളതെല്ലാം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക്
കിട്ടിയ വസ്ത്രങ്ങൾ മാത്രം എടുത്തുകൊണ്ട് പലായനം ചെയ്യേണ്ടി വന്നതിൻ്റെ ആ ദുഃഖകഥ, ആ വിഭജനത്തിൻ്റെ ദുഃഖകഥ, അത് പുതിയ തലമുറ കൂടി അറിയേണ്ടത് അനിവാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് മോദി സർക്കാർ ഓഗസ്റ്റ് മാസം 14-ാം തീയതി ഇനി മുതൽ, അതായത് കഴിഞ്ഞ 75-ാം വാർഷികത്തിലാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തത്. ഇനി മുതൽ എല്ലാ ഓഗസ്റ്റ് 14 വിഭജന ഭീതി അനുസ്മരണ ദിനം, അതായത് വിഭജനത്തിൻ്റെ ബലിദാനികളായ ആളുകളെ, വിഭജനം മൂലം സ്വന്തം ജീവിതമില്ലാതായവർ, സ്വന്തം സ്വപ്നങ്ങളെ ത്യജിക്കേണ്ടി വന്നവർ, അങ്ങനെയുള്ള കോടിക്കണക്കിന് ആളുകളെ അനുസ്മരിക്കുന്നതിന് വേണ്ടി, ഒപ്പം നമ്മുടെ രാഷ്ട്ര വിഭജനത്തിന് കാരണമായ ശക്തികൾ ആരൊക്കെയാണ്, അത്തരം ആളുകളുടെ ഇപ്പോഴത്തെ നിലപാട് എന്താണ്, ഇതെല്ലാം ചർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മോദി സർക്കാർ ഈ ദിവസം വിഭജന ഭീതി അനുസ്മരണ ദിനം എന്ന പേരിൽ ആചരിക്കുന്നത്. ഒപ്പം നമുക്കറിയാം ഇത് അഖണ്ഡ ഭാരത ദിനം കൂടിയാണ്. അതിന് നൂറ്റാണ്ടുകളായി തന്നെ അതുമായി ബന്ധപ്പെട്ട ചരിത്രം നമുക്കറിയാം. 1947 മുമ്പ് അവിഭക്ത ഭാരതത്തെയാണ് അഖണ്ഡ ഭാരതം എന്ന് നാം വിശേഷിപ്പിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് എന്നല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ രാഷ്ട്രങ്ങളിലൊന്ന് ഭാരതമാണ് എന്ന് എല്ലാ ചരിത്രകാരന്മാരും ഒരുപോലെ അടയാളപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഈ രാഷ്ട്രത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അധിനിവേശത്തിൻ്റെ കാരണങ്ങളാൽ മതപരമായി വന്നിട്ടുള്ള, ഏതാണ്ട് 11-ാം നൂറ്റാണ്ട് മുതൽ നമ്മുടെ രാജ്യത്തേക്ക് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ രൂപത്തിലും വിവിധ ഭാവത്തിലും വന്നിട്ടുള്ള അധിനിവേശ ശക്തികൾ, ആ അധിനിവേശ ശക്തികളാൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ പല ഭാഗങ്ങൾ, അങ്ങ് വടക്ക് ഹിമാലയം മുതൽ തെക്ക് സമുദ്രം വരെ കിടന്നിരുന്ന വിശാലമായ ഈ ഭാരതവർഷത്തിന്റെ വിവിധ ഭാഗങ്ങൾ അത് അടർത്തി മാറ്റപ്പെട്ടു പോയി. നമുക്കറിയാം ഇന്നത്തെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, അതോടൊപ്പം തന്നെ ശ്രീലങ്ക, ടിബറ്റ്, ഈ രാഷ്ട്രങ്ങളെല്ലാം ഒരു കാലത്ത് അവിഭക്ത ഭാരതത്തിന്റെ ഭാഗമായിരുന്നു. അതിനാൽ അതുകൂടി ഒരിക്കൽ കൂട്ടിച്ചേർക്കപ്പെടും എന്ന് വിശ്വസിക്കപ്പെടുന്നവർ ഇപ്പോഴും അഖണ്ഡ ഭാരത ദിനം ഓരോ വർഷവും ഈ ദിനത്തിൽ അനുസ്മരിക്കുന്നു. അഖണ്ഡ ഭാരതം ഒരിക്കൽ യാഥാർത്ഥ്യമാകും എന്നാണ് ദേശീയവാദികളും ദേശസ്നേഹികളും എക്കാലവും അവരുടെ മനസ്സിൽ കരുതപ്പെടുന്നത്. അതിനാൽ അഖണ്ഡ ഭാരത ദിനമെന്നും അതോടൊപ്പം തന്നെ വിഭജന ഭീതി അനുസ്മരണ ദിനം എന്നീ 2 ദിവസങ്ങളാണ് ഇപ്പോൾ ഓഗസ്റ്റ് 14-നെ അടയാളപ്പെടുത്തുന്നത്. പ്രദീപിള്ള, ഇവിടെ ഒരു കാര്യം പറയേണ്ടതുണ്ട്. ഈ വിഭജന സ്മൃതി ദിനം അത് ആർക്കു വേണ്ടിയാണോ ചെയ്തത്, ആരാണോ അതിന് പിന്നിൽ പ്രവർത്തിച്ചത്, അതിൻ്റെ ബാക്കിപത്രമായിട്ട് ഇപ്പോഴും നമ്മളെ ഭാരതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പാക് അധിനിവേശ കശ്മീർ എന്നുള്ള ഒരു കാര്യം, അതും കൂടെ ഗൗതം ഒന്ന് പറയണം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. രജനി, അവിഭക്ത ഭാരതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് ഇപ്പോഴത്തെ ഈ പാക് അധിനിവേശ ജമ്മു കശ്മീർ. നമുക്കറിയാം ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. ശരിക്കും അത് ജമ്മു കശ്മീരിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു. 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആ ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ഏതാണ്ട് 636 അടുത്ത് വരുന്ന നാട്ടുരാജ്യങ്ങൾ സ്വന്തം തീരുമാനപ്രകാരം അവർക്ക് ഒന്നെങ്കിൽ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാം, അതല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗമാകാം എന്നൊരു നിർദ്ദേശമാണ് അന്ന് ഈ വിഭജനത്തിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരാണെങ്കിലും അന്നത്തെ ഇന്ത്യൻ നേതാക്കളാണെങ്കിലും മുന്നോട്ട് വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ഭൂരിപക്ഷമായ പല രാജ്യങ്ങളും പല നാട്ടുരാജ്യങ്ങളും പാകിസ്ഥാന്റെ ഭാഗമായി. ഹിന്ദു ഭൂരിപക്ഷമായ നാട്ടും പ്രദേശങ്ങളെല്ലാം ഭാരതത്തോടൊപ്പം ചേർന്നു. അവിടെ വലിയ തോതിലുള്ള ഒരു കൺഫ്യൂഷൻ നിലനിന്നിരുന്ന ഒരു പ്രദേശമാണ് ജമ്മു കശ്മീർ. ജമ്മു കശ്മീരിലെ രാജാവ് ഹരിസിംഗിനെ സംബന്ധിച്ചും അവിടുത്തെ ഒരു വിഭാഗം ജനങ്ങളെ സംബന്ധിച്ചും ഭാരതത്തിന്റെ ഭാഗമായി നിലനിൽക്കണം എന്നതായിരുന്നു. പക്ഷേ അവിടുത്തെ ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിച്ച് അവർക്ക് പാകിസ്ഥാനൊപ്പം പോകണം എന്നത് സംബന്ധിച്ചുള്ള നിലപാടെടുത്തു. അങ്ങനെ സാധാരണക്കാരായ ജനങ്ങളും രാജാവും ഒരു ഭാഗത്ത്, തീവ്ര മുസ്ലിം നിലപാട് സ്വീകരിക്കുന്നവർ പാകിസ്ഥാന്റെ ഭാഗത്ത് നിലയുറപ്പിച്ചതോടുകൂടി ജമ്മു കശ്മീർ ഇന്ത്യൻ യൂണിയനിലും ലയിച്ചില്ല, പാകിസ്ഥാനിലും ലയിക്കാതെ അത്തരം ഒരു നിലപാടാണ് അന്ന് ഹരിസിംഗൻ കൈക്കൊണ്ടത്. പക്ഷെ പിന്നീട് ഇത് തക്കം പാർത്തിരുന്ന പാകിസ്ഥാൻ ഒരു ഭാഗത്തുകൂടി യുദ്ധം ആരംഭിക്കുകയും ആ യുദ്ധം പാകിസ്ഥാന്റെ പട്ടാളം മാർച്ച് ചെയ്ത് ഇപ്പോഴത്തെ ജമ്മു കശ്മീരിന്റെ തലസ്ഥാനങ്ങളിലൊന്നായ ശ്രീനഗർ വരെ പാകിസ്ഥാന്റെ പട്ടാളം എത്തുകയും ചെയ്യുന്നു. ആ ഘട്ടത്തിൽ ഹരിസിംഗൻ ശ്രീനഗറിൽ നിന്നും പിന്നീട് ജമ്മുവിലേക്ക് രക്ഷപ്പെടുന്ന ഒരു പശ്ചാത്തലം ഇന്ത്യൻ പട്ടാളത്തെ വിളിക്കുന്നു. ആ ഘട്ടത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ 2ാമത്തെ സർസംഘചാലകായ ഗുരുജി ഗോൾവാൾക്കറെ പോലുള്ള ദേശീയ നേതാക്കൾ, സർദാർ വല്ലഭഭായ് പട്ടേലിനെ പോലുള്ള ദേശീയ നേതാക്കൾ, അവർ ഹരിസിംഗനുമായി സംസാരിച്ചുകൊണ്ട് ഭാരതത്തിന്റെ പൂർണ്ണമായ പിന്തുണ നൽകുകയും പാക് പട്ടാളത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം അവിടെ എത്തുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ജമ്മു കശ്മീർ 1947 ഒക്ടോബർ മാസത്തിൽ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകുന്നു. അതിനുശേഷം ഇന്ത്യൻ സൈന്യവും പാകിസ്ഥാനും തമ്മിലുള്ള വലിയ യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിൽ ഒരുപക്ഷെ ഭാരതത്തിന്റെ സൈന്യം പാകിസ്ഥാന്റെ സൈന്യത്തെ പൂർണ്ണമായി തന്നെ പിന്തള്ളിക്കൊണ്ട് നമ്മൾ ആ പൂർണ്ണമായ വിജയത്തിന്റെ പാതയിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിലാണ് ജവഹർലാൽ നെഹ്റു, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി, അദ്ദേഹം ഈ വിഷയം UN-ന്റെ പക്കലെത്തിക്കുകയും ഒപ്പം വെടിനിർത്തൽ പൂർണ്ണമായി തന്നെ ജമ്മു കാശ്മീരിന്റെ മുഴുവൻ ഭാഗവും നമ്മൾ തിരിച്ച് പിടിച്ചെടുക്കാതെ
വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് പാക് അധിനിവേശ ജമ്മു കശ്മീർ നമുക്ക് നഷ്ടപ്പെടുകയും അതിപ്പോൾ പാകിസ്ഥാൻ അനധികൃതമായി കൈയേറിക്കൊണ്ട് അവിടെ ഭരണം നടത്തുകയും ചെയ്യുന്നത്. നിലവിൽ പല ചരിത്രകാരന്മാരും രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ പാക് അധിനിവേശ ജമ്മു കശ്മീർ തിരിച്ചു പിടിച്ചുകൊണ്ടാകും ഭാരതത്തിന്റെ അഖണ്ഡ ഭാരതം എന്ന ആ ഒരു സ്വപ്നം അതിനിയും വീണ്ടും യാഥാർത്ഥ്യമാകാൻ പോകുന്നത് എന്നുള്ളതാണ്. കാരണം പാക് അധിനിവേശ ജമ്മു കശ്മീർ തിരിച്ചു പിടിക്കുമെന്ന് മോദി സർക്കാർ പല ഘട്ടങ്ങളിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. ഭാരതത്തിന്റെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അതിയുടെ അടുത്ത കാലത്ത് തന്നെ പ്രഖ്യാപിച്ചു. ഭാരതത്തിന്റെ മുൻ കരസേനാ മേധാവി അടുത്ത കാലത്ത് പറഞ്ഞത് സൈന്യം സജ്ജമാണ്. എപ്പോഴാണോ കേന്ദ്ര സർക്കാർ അതിനു വേണ്ട ഒരു കമാൻഡ് ഞങ്ങൾക്ക് നൽകുന്നത്, ആ ഘട്ടത്തിൽ ഇപ്പോൾ പാകിസ്ഥാൻ അനധികൃതമായി പിടിച്ചു വെച്ചിരിക്കുന്ന പാക് അധിനിവേശ ജമ്മു കാശ്മീർ പിടിച്ചെടുക്കാൻ നമ്മുടെ സൈനിക സംവിധാനം സജ്ജമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ പല രാഷ്ട്രീയ നിരീക്ഷകരും ചരിത്രകാരന്മാരും ചൂണ്ടിക്കാണിക്കുന്നത് പാക് അധിനിവേശ ജമ്മു കാശ്മീർ തിരിച്ചു പിടിച്ചുകൊണ്ട് അഖണ്ഡ ഭാരതം യാഥാർത്ഥ്യമാക്കുവാനുള്ള ചുവടുവെപ്പുകൾ നടത്തും എന്നുള്ളതാണ്. മാത്രമല്ല പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ സാധാരണക്കാരായ ജനങ്ങൾ ഭാരതത്തിന്റെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്നു. അവിടെ വലിയ തോതിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ, പ്രത്യേകിച്ച് അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണുള്ളത്, അവരുടെ ഇടയിൽ തന്നെ പാകിസ്ഥാനെതിരെ തുടർച്ചയായ പ്രതിഷേധം നടക്കുകയും ഭാരതത്തിന്റെ ഭാഗമാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നത് സംബന്ധിച്ചുള്ള വികാരം പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ സാധാരണ ജനങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാവുകയാണ്. അതിനാൽ അഖണ്ഡ ഭാരതം വീണ്ടും യാഥാർത്ഥ്യമാകും എന്നതിന്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണ് പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്ന് വേണം വിശേഷിപ്പിക്കാൻ. ഗൗതം, അതെ, ഈ പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ ജനത മനസ്സുകൊണ്ട് എന്നോ ഇവിടെ തന്നെയാണ്. അവർക്ക് ആകെ ആവശ്യം ഫിസിക്കലായിട്ടുള്ള, ഗൗതം പറഞ്ഞതുപോലെ സൈന്യത്തിനൊരു ഉത്തരവും ഒന്ന് തുറന്നു കൊടുക്കുക. അവര് നമ്മോടൊപ്പം ചേരാൻ കാത്തു നിൽക്കുന്നു. അതുപോലെ തന്നെ ഗൗതം ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങൾ, ചില വിഗ്രഹങ്ങൾ ഉടയാൻ 75 വർഷത്തോളം എടുത്തു എന്നുള്ളതാണ്. അന്നത് ഐക്യരാഷ്ട്ര സംഘടനയിൽ കൊണ്ടുപോയതിന്റെ ദുരനുഭവം, അതിന്റെ ദുരിതം നേരിൽ കണ്ടയാളാണ് ഞാൻ. ഒരു ഗ്രാമത്തിന്റെ നടുക്കുകൂടി, ഒരു ഗ്രാമത്തിന്റെ പുഴയോരത്ത് ഭാരതം, ആ മലമുകളിൽ പാകിസ്ഥാന്റെ പോസ്റ്റ്, സ്വന്തം മണ്ണിൽ. അന്നത് ഐക്യരാഷ്ട്ര സംഘടനയിൽ കൊണ്ടുപോയപ്പോൾ സംഭവിച്ചത് എന്താണ്? സ്റ്റേറ്റസ് കോ, തൽസ്ഥിതി നിലനിർത്താൻ അവിടുന്ന് ഉത്തരവിടുന്നു. ആ ഉത്തരവും ചുമലിലേന്തി ഭാരത പ്രധാനമന്ത്രി മടങ്ങിയെത്തുന്നു. പകരം ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ കുറഞ്ഞ പക്ഷം നമ്മുടെ പ്രദേശം, നമ്മുടെ ഭൂപ്രദേശം സുരക്ഷിതമാക്കി അതിനപ്പുറം കടന്നിട്ടാണ് ഈ ഐക്യരാഷ്ട്ര സംഘടനയിൽ പോയുള്ള സ്റ്റേറ്റ്സ്മാൻഷിപ്പ് ആയിരുന്നുവെങ്കിൽ ഇന്ന് നേരിട്ട പല പ്രശ്നങ്ങളും, കാർഗിൽ അടക്കമുണ്ടായ അധിനിവേശം ഒന്നും ഉണ്ടാവില്ലായിരുന്നു. എന്തു ചെയ്യാം? അന്ന് ചിലർക്ക് താല്പര്യം സ്റ്റേറ്റ്സ്മാൻ എന്ന് അറിയപ്പെടാനായിരുന്നു. അത് വിളിച്ചു പറയാൻ പതിറ്റാണ്ടുകൾ വേണ്ടിവന്നു എന്ന് മാത്രം. ഇല്ല ഗൗതം? പ്രദീപിൽ അത് തന്നെയാണ്. അതായത് നെഹ്റുവിൻ്റെ മണ്ടത്തരങ്ങൾ എന്ന രീതിയിൽ അടുത്ത കാലത്ത് പാർലമെന്റിനകത്ത് തന്നെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ BJP ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് നെഹ്റു ചെയ്തിട്ടുള്ള തെറ്റായ സമീപനങ്ങൾ എന്ന പേരിലാണ് BJPയുടെ MP-മാർ ഈ വിഷയം പാർലമെന്റിനകത്ത് ചൂണ്ടിക്കാണിച്ചത്. ശരിക്കും കോൺഗ്രസിന്റെ MP-മാർ ആ ഘട്ടത്തിൽ കൃത്യമായി തന്നെ മൗനത്തിലാകുകയും പ്രതിരോധത്തിലാകുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ നേരിട്ട് കണ്ടതാണ്. കാരണം ജവഹർലാൽ നെഹ്റു അന്ന് അത്തരത്തിൽ ഒരു വെടിനിർത്തൽ എന്ന നിലപാട് സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പാക് അധിനിവേശ ജമ്മു കശ്മീർ എന്ന് നമുക്ക് ഇന്ന് ആ ഭൂപ്രദേശത്തെ വിളിക്കേണ്ട ഒരു ഗതികേടിലേക്ക് കാര്യങ്ങൾ എത്തില്ലായിരുന്നു. അത് ഭാരതത്തിന്റെ പ്രദേശമാണ്. ജമ്മു കശ്മീർ എന്ന നാട്ടുരാജ്യത്തിന്റെ ഭാഗമായിരുന്ന പ്രദേശമാണ്. അത് നെഹ്റുവിന് അവിടുത്തെ ഇസ്ലാമിസ്റ്റുകളോടുള്ള മൃദു സമീപനം, അതല്ലെങ്കിൽ ചരിത്രകാരന്മാർ പറയുന്ന പല പല കാരണങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിൽ, സ്ഥാപിത താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും അതേ തുടർന്ന് പിന്നീട് പാക് അധിനിവേശ ജമ്മു കാശ്മീർ എന്ന പ്രദേശം നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി.